റോയ്ചായ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പുറത്താക്കി എന്ന് പറഞ്ഞ് മേനി നടിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ അത്രയും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടെന്നാണോ ആ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ കാണിക്കുന്നത്? കോൺഗ്രസിനകത്തെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനെതിരെ കുറേ നേതാക്കന്മാർ എല്ലാ കാലത്തും പരസ്യമായി വന്ന് വ്യക്തി അഭിപ്രായമാണെന്നൊക്കെ മട്ടിൽ പാർട്ടിയെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടന്ന ഒരു പതിവാണ്. ഇത് ഈ പാർട്ടിക്ക് യാതൊരു അച്ചടക്കവും ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് ദേശീയ തലത്തിലും തന്നെ ഇവിടെ ഇത് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ വന്ന് നിൽക്കുമ്പോഴാണ് പാർട്ടിയില്ലാത്ത നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, KPCCയുടെ മുൻ പ്രസിഡൻറ്റുമാർ, പാർട്ടിയിൽ ഇപ്പോൾ ഉന്നത സ്ഥാനം വഹിക്കുന്നവരൊക്കെ വന്നിട്ട് തരാതരം പോലെ വന്നിരുന്ന അഭിപ്രായം പറയാം. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് പോലും ഒരു ബോധമില്ലാതെ പാർട്ടി പുറത്താക്കിയ ഒരു MLAക്ക് അയാളെ വെള്ള പൂശുന്നതിന് വേണ്ടിയുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനൊരു പ്രതിസന്ധി വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർ ചേർന്ന് ചർച്ച ചെയ്ത് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അയാൾക്ക് വേണ്ടി സംസാരിക്കുക, അയാളെ വെള്ളം പൂശുക. കാരണം ഇത് ഒരു തരത്തിൽ കോൺഗ്രസിൻ്റെ തലയിലോട്ട് വരുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമല്ലാത്ത ഒരാളെ പുറത്താക്കുകയോ ജയിലിലാക്കുകയോ വിലങ്ങ് വെക്കുകയോ എന്ത് ചെയ്താലും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല. അത് കയറി ഏറ്റുപിടിക്കാൻ പോകുമ്പോഴാണ് അത് കോൺഗ്രസിൻ്റെ തലയിലാകുന്നത്. ആ ബോധം പോലും ഇല്ലാത്തവരാണ് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ നേതൃത്വം ചമഞ്ഞ് നടക്കുന്നവർ. അതിനകത്ത് ഒരു കാര്യം, അതിനകത്ത് ഒരു എന്താ പറയുക, വളരെ ഖണ്ഡിതമായ തീരുമാനമെടുക്കാൻ നിലപാടുണ്ടായി കാണിച്ച ഒരാളാണ് സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും ഒക്കെ. അവരുടെ നിലപാടാണ് ശരിയെന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ദൃഢമായ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി ഇന്ന് അവമാനിക്കപ്പെട്ട് നാമാവശേഷമാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ അയാളുടെ ഒരു ദീർഘദൃഷ്ടി കൊണ്ടാണ് അത് കഴിഞ്ഞതുമല്ല. ഈ നേതാക്കൾ അഭിപ്രായം പറയുന്നത് വ്യക്തിപരമായ കാര്യമാണെന്ന് പറയാം. വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ പാടില്ലല്ലോ. അല്ല, അത് ഓക്കെ, അവരുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നു അങ്ങനെയും പറയുന്നില്ല. ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നല്ലോ പറയുന്നത്. പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗമായ K. സുധാകരൻ സംസാരിക്കുന്ന ആരുടെ വ്യക്തിപരമായ അഭിപ്രായം? നിങ്ങൾ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ്, നിങ്ങളോട് എടുത്ത ഒരു തീരുമാനത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. അപ്പോൾ അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമായിട്ട് തന്നെ കരുതപ്പെടേണ്ട. പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ടും വളരെ ദുർബലമായ ഒരു KPC പ്രസിഡന്റ് രംഗത്തുള്ളത് കൊണ്ടും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, ഈ നേതാക്കൾ പറയുന്നത് പോലെയല്ല പാർട്ടി മുഖപത്രം ലേഖനം എഴുതുന്നത്. ഇന്നത്തെ വീക്ഷണം പത്രത്തിലെ എഡിറ്റോറിയലിൽ പാർട്ടി നിലപാടിന് മൊത്തം തെറ്റാണെന്ന് പറയുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. അത് ഈ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരു മാധ്യമ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു സ്ഥിരം പരിപാടി. കോൺഗ്രസിനകത്ത് ഇതൊരു സ്ഥിരം വല്ല ഈ പാർട്ടി പത്രത്തെ കൊണ്ട് നയാ പൈസയുടെ പ്രയോജനം പോലുമില്ല. എല്ലാ തവണയും എപ്പോഴും പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിട്ട് എഡിറ്റോറിയൽ എഴുതുക, അതിനെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഈ പത്രത്തിൽ തന്നെ ആലോചിച്ച് KPCCയുടെ ഒരു വൈസ് പ്രസിഡൻ്റാണ് ഈ പത്രത്തിൻ്റെ എഡിറ്റർ. പാർട്ടി തീരുമാനത്തിനെതിരായിട്ട് എഡിറ്റോറിയൽ എഴുതുമ്പോൾ ഈ എഡിറ്റർ എന്ന് പറയുന്ന ആൾ എവിടെ പോയിരിക്കുകയാണ്? കുറഞ്ഞ പക്ഷേ എഡിറ്റർ എങ്കിലും ചെറിയ തോതിലെങ്കിലും ഇതിനകത്ത് എന്താണ് ഓരോ ദിവസം വരാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്നെങ്കിലും ഒന്ന് നോക്കണ്ടേ? എന്തായാലും പാർട്ടി പത്രത്തിനകത്ത് പാർട്ടിയുടെ നിലപാടിനെതിരായിട്ടാണ് ഇതിനകത്തൊരു വാചകം തന്നെ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡസനിലേറെ വരുന്ന കോൺഗ്രസിൻ്റെ കത്തുന്ന സൂര്യന്മാർ സഭയ്ക്ക് അകത്തും പുറത്തും ചാനൽ ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളുമായി ശ്രദ്ധേയരായ ജ്ഞാനദൃഷ്ടങ്ങളുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ വേറെയുണ്ട്. മറ്റു പാർട്ടികൾക്കില്ലാതെ മികച്ച വിത്ത് ഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുകയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? സൂര്യന്മാർ. പാർട്ടി പുറത്താക്കിയിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് സൂര്യന്മാരെന്നും തേജസ്സുള്ള ഈ ആളെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തിൽ നിങ്ങളുടെ പാർട്ടി മുഖപത്രം പോലും ഗൗനിക്കുന്നില്ലെങ്കിൽ, അതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ എന്താണ് കരുതേണ്ടത്? ഈ പാർട്ടിക്ക് ഒരു തീരുമാനം, പത്രത്തിനൊരു തീരുമാനം, ആ വഴിയെ പോവുകയാണ്. എന്നിട്ട് ഇന്ന് എന്താണ് KPCC പ്രസിഡന്റ് എന്ന് പറയുകയാണ് ഈ പാർട്ടി പത്രം സ്വീകരിച്ച നിലപാട് ശരിയല്ല, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ എഡിറ്റർ എന്ന് പറഞ്ഞ ആളെ ഇന്ന് ഇവിടുന്ന് പുറത്താക്കേണ്ടതല്ലേ? വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പത്രത്തിലാണെങ്കിൽ ഇതുപോലെ എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ? ദേശാഭിമാനിയിലാണെങ്കിൽ ഇന്ന് ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടതാണ്. മെയ് മാസത്തിൽ ഇതേപോലെ തന്നെ ഈ പത്രത്തിൽ വേറൊരു എഡിറ്റോറിയൽ വന്നു. മാണി ഗ്രൂപ്പ് UDFിലേക്ക് വരണം, മാണി ഗ്രൂപ്പ് ഒരു കാലത്ത് UDFിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു, മറിച്ച് പാർട്ടി ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പത്രം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എഴുതുക, അതും പാർട്ടിയെ വീട്ടിലാക്കിയ സംഭവമായിരുന്നു. ആ എഡിറ്റോറിയൽ പറഞ്ഞതിൻ്റെ അന്ന് തന്നെ കേരള കോൺഗ്രസ്സുകാർ തച്ചിന് നിന്ന് കോൺഗ്രസിനെ ചീത്ത വിളിക്കുകയും ഞങ്ങളാരും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഇല്ലേ? അങ്ങനെ ഈ വർഷം തന്നെ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഈ പത്രം കൊണ്ട് കോൺഗ്രസ് വെട്ടിലാവുന്നത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുക. കാരണം പാർട്ടി നേതൃത്വത്തിനകത്ത് ഒരു ആർജവമുള്ള നട്ടലുള്ള ഒരു പാർട്ടി പ്രസിഡൻ്റാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇങ്ങനെ പാർട്ടി പത്രത്തിനകത്ത് ഇതുപോലുള്ള വാർത്തകൾ വരത്തില്ല. ഇത് സ്ഥിരമായിട്ട് തന്നെ ഈ ഇടക്കാലത്താണ് ഒരു BJP നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനം വന്നു.
അദ്ദേഹം മഹാനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം IAS കാരനായിരുന്ന കാലത്ത് പിന്നെ ഒരുപാട് നല്ല കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ട് ലേഖനം വരിക. ഈ കക്ഷികളെല്ലാം നടക്കുന്ന ഈ പാർട്ടി പത്രത്തിലാണ്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടികളെ പ്രശംസിച്ചുകൊണ്ട് വാർത്ത എഴുതുക, സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെ പ്രശംസിച്ചുകൊണ്ട് വാർത്ത എഴുതുക, ഇതൊക്കെ സ്ഥിരം നടക്കുന്നതാണ്. അപ്പോൾ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിക്കാൻ അത് പാർട്ടിയുടെ നയമാക്കി അവരുടെ പത്രമെങ്കിലും അത് അംഗീകരിക്കുന്നില്ല, പിന്നെ ആരംഗീകരിക്കും? അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതിന് ശേഷവും ഈ പരാതി വരുന്നവരെ രാഹുലിനെ എഴുന്നള്ളിച്ച് നടക്കാനും എല്ലാം മാന്യനാണ് എന്ന് വരുത്താനും ഒരു സംഘം കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഈ എഡിറ്റോറിയലിനും വീക്ഷണത്തിനും എല്ലാം പിന്നിൽ. അവരാരെയാണ് മാന്യനാക്കാൻ ശ്രമിച്ചതെന്ന് ആലോചിക്കണം. ആ സമയത്ത് തന്നെ VD സതീശൻ, അതേപോലെ രമേശ് ചെന്നിത്തല, പിന്നെ K മുരളീധരൻ, ഇങ്ങനെയുള്ള നേതാക്കന്മാർക്കെതിരെ സ്ഥിരം തെറി എഴുതുകയായിരുന്നു. ഈ അവർ ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചും ഫേസ്ബുക്കും മറ്റും ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി അവർ ഈ പാർട്ടിയുടെ നേതാക്കന്മാരെയായിരുന്നു അവർ തെറി വിളിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത ദിവസം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ ഒരു വാചകം ഉണ്ടല്ലോ, എനിക്ക് ഇവിടുത്തെ കോൺഗ്രസിലെ എനിക്കെതിരെ ഇപ്പോൾ പറയുന്ന പല നേതാക്കന്മാരുടെയും മാന്യന്മാരുടെ മുഖം മൂടി വലിച്ചെറിയാനുള്ള വസ്തുതകൾ എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു, ഇല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ അയാൾക്ക് പിന്നെ എല്ലാ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ് അത് പറയാൻ തയ്യാറാവുന്നത്. വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നടക്കുമോ? ഇന്ന് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഇല്ലേ? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇത് ജനാധിപത്യ പാർട്ടി എന്നുള്ള വേഷം ചുമ്മാ പറഞ്ഞിട്ട് തോന്നിവാസം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ 10-15 വർഷമായിട്ട് പുറത്തിരിക്കുന്നത്. അധികാരത്തിന് പുറത്താവുന്നതിന് കാര്യം ഇത് തന്നെ. ഈ പാർട്ടിയിൽ ഒരു അച്ചടക്കമില്ല, ഈ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആരുമില്ല, ആർക്കും എന്തും പറയാം, ആർക്കും എന്തും ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു പാർട്ടി എടുക്കുന്ന പൊതുവായ തീരുമാനത്തിനകത്ത് ഏകാഭിപ്രായമില്ല, ഏകാഭിപ്രായത്തോട് എടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ VD സതീശനെയും രമേശ് ചെന്നിത്തലയും K മുരളീധരനെയൊക്കെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ ഇന്ന് നിർത്തിയില്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാൻ ഒരു ധൈര്യമുള്ളൊരു KPC പ്രസിഡന്റ് വേണ്ടേ? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു KPC പ്രസിഡന്റാണ്. അങ്ങേര് പറഞ്ഞാൽ അങ്ങേർക്ക് തൊട്ട് പറയാനും അറിയത്തില്ല, അങ്ങേര് പറഞ്ഞാലോട്ട് ആരും കേൾക്കത്തുമില്ല. അതാണ് സ്ഥിതി. എന്താണ് ഈ സംവരണാടിസ്ഥാനത്തിൽ ജാതി പിന്നെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം വേണം, അല്ലെങ്കിൽ അവർക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു KPC പ്രസിഡന്റ് അവസ്ഥ ഇതാണോ ഒരു KPC പ്രസിഡന്റ് എടുക്കേണ്ട നിലപാടുകൾ? വളരെ ശക്തമായ നിലപാട് എടുക്കേണ്ട സമയമാണ്. തെരഞ്ഞെടുപ്പ് വാതിൽക്ക് വന്നു നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള അലമ്പും ആക്രോശവും നടക്കുന്നത്. അതിനെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് KPC പ്രസിഡന്റിൻ്റെ പിന്നെ കഴിവുകേടെന്നല്ല പറയാൻ പറ്റത്തുള്ളൂ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ, അതിനൊപ്പം ഈ പാർട്ടിക്കകത്ത് ഈ രീതിയിലുള്ള തമ്മിത്തല്ലും പ്രശ്നങ്ങളും ഒരു സൈഡ്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, കോൺഗ്രസിൻ്റെ സാധ്യതകളെ എത്രത്തോളം ഇല്ലാതാക്കും? അല്ല, ഇത് ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം കോൺഗ്രസിന് വലിയൊരു പിന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നല്ല കാര്യം. പക്ഷേ ആ പാർട്ടിയുടെ നിലപാടുകൾക്കുള്ള ഒരു പിന്നെ അംഗീകാരം ജനങ്ങൾ കൊടുക്കാതെ പോകും. അതായത് ഇയാൾ ഇത്തരത്തിലൊരു കുഴപ്പത്തിൽ ചാടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനൊരു സ്വീകാര്യത ഉണ്ടാവണമെന്നുള്ള ഈ പാർട്ടിയിലെ ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനമാണെന്ന് ആർജവത്തോടുകൂടി പറയണം. ഇപ്പോഴേ ഒരു കൂട്ടം പേര് പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ CPMകാർ ആവിഷ്കരിച്ചുകൊണ്ട് വന്നതാണ്, വേറൊരു കൂട്ടർ വേറൊരു തരത്തിലാണ് ഇതിന് വ്യാഖ്യാനം. അപ്പോൾ പലതരത്തിലും വ്യാഖ്യാനമാണ് ഈ പാർട്ടിക്കകത്തുള്ളത്. നിങ്ങൾ ഏകാഭിപ്രായത്തോടുകൂടിയല്ലേ ഈ വിഷയത്തെ നേരിടേണ്ടത്. നിങ്ങളുടെ പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഏകാഭിപ്രായമില്ലാതെ ജനങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഇതല്ലേ, ഒന്നുകിൽ KPCC പ്രസിഡന്റാണ് ഇത്തരം കാര്യങ്ങൾ അതൊരു ശക്തമായ നിലപാട് പറയണം, അല്ലെങ്കിൽ KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വക്താവ് പറയണം. ഇത് പലരും പലതരത്തിലാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ എന്തുമാണ് വിശ്വസിക്കേണ്ടത്? പാർട്ടി പ്രവർത്തകർക്ക് എന്താണ് കൊടുക്കുന്ന മെസ്സേജ്? ഇല്ലേ, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളിനെ ഇപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ അയാൾ വന്ന് അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അയാളെ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ? അത് പറ. ഒന്നുമില്ല, അല്ലെ അയാൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് വ്യക്തതയോടുകൂടി പറ. ഇതൊന്നും പറയുന്നില്ല. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ CPM ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുക്കുന്ന നിലപാടായിട്ട് ആദ്യമേ തുടക്കത്തിലേ പറയണമായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ധാർമ്മികതയുടെ പേരിലാണ് അയാളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. ആ ധാർമ്മികതയുടെ പേരിൽ പുറത്താക്കിയ ഒരാളെ നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ പത്രം എന്തിനാണ് അതിനെ ഏറ്റെടുക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ പാർട്ടിയുടെ ഭാഗമേ അല്ല, പിന്നെ എന്തിനാണ് അയാളെ ഏറ്റെടുക്കാനും അയാൾക്ക് വേണ്ടി പേന ഉന്താനും പോകുന്നത്? അതിന് മറുപടി പറയണ്ടേ? അവിടെയാണ് ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത്. അങ്ങേർക്ക് നിലപാടില്ലായ്മയില്ല, ഒന്നുമില്ലാത്ത തരത്തിലാണ് ഒരു അഴകുഴമ്പൻ നയത്തിലാണ് ഇത് പോകുന്നത്. അതാണ് ഈ പാർട്ടിക്കുള്ള ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് നിലപാട് സ്വീകരിക്കണം. നമ്മൾ മുൻകാല KPCC പ്രസിഡന്റുമാരുടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ഉണ്ടാവുന്നില്ല.